നമസ്കാരം. ന്യൂസ് ടൈം തുടങ്ങാം. പ്രധാന വാർത്തകൾ. കൊച്ചിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയത് ശരിയല്ലെന്ന് എം.ബി. രാജേഷ്. ഇടുങ്ങിയ രാഷ്ട്രീയ ചിന്താഗതിയുടെ ഉദാഹരണമാണ് ബിജെപിയുടെ നടപടിയെന്നും എം.ബി. രാജേഷ്. യസൻപുരം പഞ്ചായത്തിലെ മുള്ളൻ ബസാറിൽ കാന നിർമ്മാണത്തിനിടെ മതിലിടിഞ്ഞ് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരു തൊഴിലാളി കൂടി മരിച്ചു. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി 35 വയസ്സുള്ള സൈഫുൾ മണ്ഡലാണ് മരിച്ചത്. കാറിനുള്ളിൽ 57-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരിങ്ങാലക്കുട ആസാദ് റോഡിൽ കുറ്റിക്കാടൻ വീട്ടിൽ 57 വയസ്സുള്ള ജോസാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി ഗാന്ധിഗ്രാമിൽ മുല്ലക്കാട് അംഗനവാടിക്ക് സമീപം നിർത്തിയിട്ട കാറിനുള്ളിലാണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കൊച്ചിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയത് ശരിയല്ലെന്ന് എം.ബി. രാജേഷ്. ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് ബിജെപി രാഷ്ട്രീയ പ്രചാരണം നടത്തുകയാണെന്നും ഇടുങ്ങിയ രാഷ്ട്രീയ ചിന്താഗതിയുടെ ഉദാഹരണമാണ് ബിജെപിയുടെ നടപടിയെന്നും എം.ബി. രാജേഷ് പറഞ്ഞു. ഇതാണ് ബിജെപി മനസ്സിലാക്കണം. ഇടുങ്ങിയ രാഷ്ട്രീയം. ഇപ്പൊ ദേശീയപാത എങ്ങനെ യാഥാർത്ഥ്യമായത്? ദേശീയപാതയ്ക്ക് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തോടും മുന്നോട്ട് വെക്കാത്ത ഉപാധി മുന്നോട്ട് വെച്ചവരാണ് ഈ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് എന്ന് ഓർക്കണം. അവർ പറഞ്ഞു, നിങ്ങൾക്ക് ദേശീയപാത ഉണ്ടാക്കണമെങ്കിൽ ഭൂമി വിലയുടെ 4/1 നിങ്ങൾ വഹിക്കണം. 5580 കോടി രൂപ കേരളം എണ്ണിക്കൊടുത്തത് കൊണ്ട് മാത്രമാണ് ദേശീയപാത ഉണ്ടായത്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനും ഈ അവസ്ഥ ഉണ്ടായിട്ടില്ല. ദേശീയപാത ആരുടേതാണ്? ഇന്ത്യ ഗവൺമെന്റിൻ്റെതാണ്. ആരാ നിർമ്മിക്കേണ്ടത്? ഇന്ത്യ ഗവൺമെന്റാണ്. കേരളത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രം നിങ്ങൾ പണം തരണം എന്ന് പറഞ്ഞാൽ ആ വിവേചനം എല്ലാ കാര്യത്തിലും തുടരുകയാണ്. സ്വന്തം മണ്ഡലത്തിൽ മറ്റ് ഔദ്യോഗിക പരിപാടികൾ ഉള്ളപ്പോൾ ഇത്തരം അസംബന്ധങ്ങൾക്ക് നിന്നുകൊടുക്കില്ലെന്നും പോകില്ലെന്ന് ഇന്നലെ തന്നെ തീരുമാനിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മുൻപ് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ പ്രത്യേക VIP പാസുമായി എത്തിയ തന്നോട് SPG ഉദ്യോഗസ്ഥർ ആധാർ കാർഡ് ആവശ്യപ്പെട്ടത് ഞെട്ടിച്ചുവെന്നും എം.ബി. രാജേഷ് പറഞ്ഞു. യസൻപുരം പഞ്ചായത്തിലെ മുള്ളൻ ബസാറിൽ കാന നിർമ്മാണത്തിനിടെ മതിലിടിഞ്ഞ് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരു തൊഴിലാളി കൂടി മരിച്ചു. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി 35 വയസ്സുള്ള സൈഫുൾ മണ്ഡലാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഇദ്ദേഹം ഇന്നലെ രാത്രിയാണ് മരിച്ചത്. മാർച്ച് 3-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് യസൻപുരം മുള്ളൻ ബസാറിൽ വെച്ച് അപകടം ഉണ്ടായത്. ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തൊഴിലാളി വെസ്റ്റ് ബംഗാൾ സ്വദേശി മുഹമ്മദ് മൈഹുൽ ഇസ്ലാം എന്നയാൾ അന്ന് തന്നെ മരിച്ചിരുന്നു. മുള്ളൻ ബസാർ സെന്ററിന് വടക്ക് ഭാഗത്തുള്ള റോഡിൽ നിന്നും സമീപത്തെ മറ്റൊരു കാനയിലേക്ക് കാന ലിങ്ക് ചെയ്യുന്നതിനായി കുഴി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവർ. ഇതിനിടെയാണ് അരികിലെ സ്വകാര്യ പറമ്പിലെ മതിൽ തലയ്ക്ക് മുകളിലൂടെ ഇടിഞ്ഞു വീണത്. മതിലകം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ച് വരികയാണ്. പുത്തഞ്ചിറ കരിങ്ങോൾച്ചിറ സ്ലൂയിസിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. MLA VR സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. 1.2 വേളൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ഉണ്ണികൃഷ്ണൻ, മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ, പുത്തഞ്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് VN രാജേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കാവ്യ രഞ്ജിത്ത്, CB ഷക്കീല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KV സുജിത, വൈസ് പ്രസിഡന്റ് സജിത സുനിൽകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TS കാറിനുള്ളിൽ 57-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരിങ്ങാലക്കുട ആസാദ് റോഡിൽ കുറ്റിക്കാടൻ വീട്ടിൽ 57 വയസ്സുള്ള ജോസിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 6 മാസമായി വാടകയ്ക്ക് മുല്ലക്കാടാണ് ജോസും കുടുംബവും താമസം. ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെ ഗാന്ധിഗ്രാമിൽ മുല്ലക്കാട് അംഗനവാടിക്ക് സമീപം നിർത്തിയിട്ട കാറിനുള്ളിലാണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. വൈകിട്ട് 4 മണി മുതൽ കാർ ഇവിടെ കണ്ടതായി പരിസരവാസികൾ പറയുന്നു. കാർ ഉള്ളിൽ നിന്നും ലോക്ക് ചെയ്ത നിലയിലായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി കാറിന്റെ ഡോർ പൊളിച്ചാണ് മൃതദേഹം പുറത്തെടുത്ത് ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയത്. കാറിനുള്ളിൽ നിന്നും പിസ്റ്റൾ പോലീസ് കണ്ടെടുത്തു. കൂടാതെ കുറിപ്പ് കണ്ടെത്തിയെന്നും സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്നും പോലീസ് അറിയിച്ചു. തൃശൂർ മണ്ഡലത്തിൽ ഇടതു സ്ഥാനാർത്ഥിയാകുന്ന ആലങ്കോട് ലീലാകൃഷ്ണന് CPI-CPM ഓഫീസുകളിൽ സ്വീകരണം. സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രചരണമുണ്ടായെങ്കിലും ഇന്നലെയാണ് സ്ഥിരീകരണം വന്നത്. ഇന്ന് രാവിലെ 10 മണിയോടെ CPI ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിയ ആലങ്കോടിനെ CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, മുൻ മന്ത്രി VS സുനിൽകുമാർ, P ബാലചന്ദ്രൻ MLA തുടങ്ങിയ നേതാക്കൾ
രക്തഹാരവും ഷാളും കൊന്നപ്പൂക്കളും നൽകി സ്വീകരിച്ചു. തുടർന്ന് CPM ഓഫീസിലെത്തിയ സ്ഥാനാർത്ഥിക്ക് ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ അടക്കമുള്ള നേതാക്കൾ അഭിവാദ്യം അർപ്പിച്ച് സ്വീകരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിൽ ആരും തൃശൂരിൽ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. BJPക്കായി പത്മജ വേണുഗോപാലാണെന്ന് സ്ഥിരീകരിക്കാത്ത വാർത്തകളുണ്ട്. പത്മജ ചുവരെഴുതുകയും ചെയ്തു. ജേക്കബ് തോമസിനും സാധ്യത പറയുന്നുണ്ട്. സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നും പിന്മാറുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ KSKTU കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി മാള BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM മാള ഏരിയ സെക്രട്ടറി TK സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുൻപിൽ ഇതുപോലത്തെ ഒരു പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കും. നമുക്കറിയാം, കേന്ദ്ര ഗവൺമെൻറ് അടുത്ത ദിവസങ്ങളിൽ കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് മന്ത്രി ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ വിവിധങ്ങളായ പെൻഷനുകളിൽ ചെറിയൊരു നാമമാത്രമായ സംഖ്യയാണ് കൊടുക്കുന്നത്. 79 വയസ്സ്, അതിൽ താഴെയുള്ള ആളുകൾക്ക് 60 മുതൽ 79 വയസ്സ് വരെയുള്ള ആളുകൾക്കുള്ള പെൻഷനിൽ KSKTU മാള ഏരിയ പ്രസിഡന്റ് സ്മിജേഷ് തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. AV ഉണ്ണികൃഷ്ണൻ, MK മോഹനൻ, CPM മാള ലോക്കൽ സെക്രട്ടറി PP കൃഷ്ണകുമാർ, TK സുലോചന എന്നിവർ സംസാരിച്ചു. ഇറാൻ-ഇസ്രായേൽ US യുദ്ധത്തിൽ ഇറാൻ മിനാബിലെ ഗേൾസ് സ്കൂളിലെ മിസൈൽ ആക്രമണത്തിൽ മരിച്ച 181 വിദ്യാർത്ഥിനികൾക്കായി മാള അൽ-അസർ സെൻട്രൽ സ്കൂളിലെ 181 വിദ്യാർത്ഥികൾ മാള ടൗണിൽ സ്മരണാഞ്ജലി അർപ്പിച്ചു. ടുഗദർ ഫോർ പീസ് ബാനറിന് കീഴിൽ 181 വിദ്യാർത്ഥികൾ അണിനിരന്നു. യുദ്ധത്തിനും കൂട്ടക്കൊലകൾക്കുമെതിരെ നൂറ നജാത്ത് സംസാരിച്ചു. ഈ മനോഹരമായ ഭൂമി നമുക്ക് ജീവിക്കാൻ നൽകിയ ഈ ലോകം എന്തുകൊണ്ട് ഇന്നും യുദ്ധത്തിന്റെ ശബ്ദത്തിൽ വിറങ്ങലിക്കുന്നു? ബോംബുകളുടെ ശബ്ദം, വെടിയൊച്ചകൾ, തകർന്ന വീടുകൾ, കണ്ണീർ നിറഞ്ഞ കുട്ടികളുടെ മുഖങ്ങൾ. നമ്മൾ വാർത്തകളിൽ കാണുന്ന ചിത്രങ്ങൾ മാത്രമല്ല ഇത് മനുഷ്യരുടെ ജീവിതമാണ്. ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യുദ്ധം നടക്കുന്നു. അവിടെ സ്കൂളുകളില്ല, കളിസ്ഥലങ്ങളില്ല, ചിരിയില്ല. കേൾക്കുന്നത് ഒരു ശബ്ദം മാത്രം, ബോംബുകളുടേത്. പ്രിൻസിപ്പൽ രജനി മോൾ, വൈസ് പ്രിൻസിപ്പൽ മജീദ് TK, അക്കാദമിക് കൺസൾട്ടന്റ് ഫരീജ എന്നിവർ നേതൃത്വം നൽകി. പുത്തഞ്ചിറ കരിങ്ങോൾച്ചിറ മസ്ജിദ് റഹ്മദയിൽ ഇഫ്താർ സംഗമം നടത്തി. പരിശുദ്ധ റമദാനിലെ ഏറ്റവും പ്രത്യേകതയുള്ള അവസാന പത്തിലെ ആദ്യ നോമ്പുതുറയിൽ MLA VR സുനിൽകുമാർ, പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VN രാജേഷ്, വെളൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ഉണ്ണികൃഷ്ണൻ, മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷക്കീല, കാവ്യ രഞ്ജിത്ത്, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോമി ബേബി, ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV സുജിത് ലാൽ, പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷാജു TS, രഹന സഞ്ജൽ, CN പ്രദീപ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷറഫുദ്ദീൻ, പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോബി മങ്കിടിയാൻ, KR അനീഷ്, CPM മാള ഏരിയ സെക്രട്ടറി TK സന്തോഷ്, CPI നേതാക്കളായ TN വേണു, INC നേതാവായ KN സജീവൻ, BJPയുടെ ജനീഷ് കുറ്റിപ്പറമ്പത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. മസ്ജിദ് റഹ്മ ഇമാം അനസ് മൗലവി, സാലി സജീർ മങ്കപ്പാടൻ, സിജിൽ കരിങ്ങാച്ചിറ, മജീദ് താനത്തുപറമ്പിൽ, ഷിഹാബ് TA, മുഹമ്മദ് അബൂബക്കർ മങ്കപ്പാടൻ, സജീബ് ഉസ്താദ്, മുഹമ്മദ് ഹൗസാൻ, അലി കുഞ്ഞ് എന്നിവർ ഇഫ്താർ സംഗമത്തിന് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊച്ചിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയത് ശരിയല്ലെന്ന് MB രാജേഷ്. ഇടുങ്ങിയ രാഷ്ട്രീയ ചിന്താഗതിയുടെ ഉദാഹരണമാണ് BJPയുടെ നടപടിയെന്നും MB രാജേഷ്. യസൻപുരം പഞ്ചായത്തിലെ മുള്ളൻ ബസാറിൽ കാന നിർമ്മാണത്തിനിടെ മതിലിടിഞ്ഞ് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരു തൊഴിലാളി കൂടി മരിച്ചു. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി 35 വയസ്സുള്ള സൈഫുൾ മണ്ഡലാണ് മരിച്ചത്. കാറിനുള്ളിൽ 57കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരിങ്ങാലക്കുട ആസാദ് റോഡിൽ കുറ്റിക്കാടൻ വീട്ടിൽ 57 വയസ്സുള്ള ജോസാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി ഗാന്ധിഗ്രാമിൽ മുല്ലക്കാട് അംഗനവാടിക്ക് സമീപം നിർത്തിയിട്ട കാറിനുള്ളിലാണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.